തീരെ നോക്കിയിട്ടില്ലേ. ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചിക്കൻ്റെ പാർട്സ് ആട്ടോ, പാർട്സ് മേടിച്ചിരിക്കുക. അത് ഇന്നലെ കൊണ്ടുവന്നതാണ്, പക്ഷെ അത് റെഡി ആക്കിയിട്ടുണ്ടായിരുന്നില്ല, ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു. അപ്പം ഇന്നലെ ബീഫും നെയ്ച്ചോറും എല്ലാം ഉണ്ടായിരുന്നു, അപ്പോൾ അതെടുത്തില്ല. എല്ലാം കൂടി ഒന്നിച്ച് വെച്ചിട്ട് കഴിക്കാനും വയ്ക്കണ്ടേ. അപ്പോൾ ഇന്നലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഇന്നത് റെഡിയാക്കുകയാണ്. അപ്പം ഇന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അമ്മ പിന്നെ കുറച്ച് ചീര കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ചീര കുട്ടികൾക്ക് കഴിക്കാൻ കൊടുക്കാനേ താളിക്കുകയാണ്. ഇനി ബേബി ഉറങ്ങിയൊക്കെ നീച്ച് താഴെ കളിക്കുന്നുണ്ട്. താഴെ കൊണ്ടേയിരിക്കും, മേമ്മയുടെ വീട്ടിലേക്ക് കൊണ്ടേയിരിക്കുകയാണ്. അങ്ങനെ ഉച്ചക്കുള്ളതാണ് കേട്ടോ ആക്കണത്. കുറച്ച് ചീര ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായത് തന്നെ കേട്ടോ, വീട്ടിലുണ്ടായത്. അപ്പൊ അത് അരിഞ്ഞു, കുറച്ചന്നെ ഉള്ളൂ, അധികം ഒന്നുമില്ല കേട്ടോ. അപ്പൊ അത് താളിക്കാൻ വേണ്ടിയിട്ട് അമ്മ ഉള്ളിയും അതേപോലെ പച്ചമുളകും കൂടി വാട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി അത് വാട്ടിയിട്ട് വേണം കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ, ഞങ്ങൾക്കും കുടിക്കാനിട്ടോ. ഞങ്ങളാരും ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇനി അത് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് പിന്നെ ചിക്കൻ പാർട്സൊക്കെ പിന്നെ റെഡിയാക്കിയ നിന്നത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേദിവസം ബീഫും അതും ഇതൊക്കെ വെച്ചിട്ട് തന്നെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അമ്മ രാവിലെ കടയിൽ പോയിട്ട് മേടിച്ചിട്ട് കൊണ്ടുവന്നിട്ടാട്ടോ ബാക്കി പരിപാടികളൊക്കെ നടത്തിയത്. അപ്പം അങ്ങനെ കഞ്ഞിവെള്ളമാണ് കേട്ടോ താളിക്കാൻ വേണ്ടിയിട്ട് എടുക്കണത്. അപ്പം അങ്ങനെ ഇതാ ഞാൻ ചിക്കൻ പാർട്സൊക്കെ കഴുകി അതിൻ്റെ വെള്ളം ഈ ചിക്കൻ്റെയും അതേപോലെ തന്നെ നമ്മൾ മീൻ കഴുകിയ വെള്ളമൊക്കെ ഈ കറുവപ്പൻ തെയ്യിൻ്റെ ചോട്ടിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതാട്ടോ. നല്ല തഴച്ച് നല്ല വരും. പിന്നെ അതേപോലെ പുഴുവൊന്നുമില്ലാത്ത നല്ല ഇലകൾ വരും കേട്ടോ. അപ്പം അങ്ങനെ വെള്ളം കൊണ്ടേ കളഞ്ഞു. അപ്പം അങ്ങനെ ചീര താളിച്ചത് അങ്ങനെ അടുപ്പത്ത് അമ്മാക്കിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഞാനിത് കഴുകി ഇതിൽ കുറച്ച് മുളകും മഞ്ഞളൊക്കെ പുരട്ടി വെക്കണം കേട്ടോ. അപ്പം അങ്ങനെ ഇതാ ചീരയൊക്കെ അടുപ്പത്തായി കേട്ടോ. അപ്പം അമ്മയാകുമ്പോൾ എന്താ പറയുക, അമ്മ അങ്ങനെ ചോദിക്കുകയാണ്, ഇത് തോനെ വേണോ കുറച്ച് വെള്ളം മതിയോ? കഞ്ഞിവെള്ളം ആയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ, പിന്നെ നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതല്ലേ, അപ്പം എല്ലാവർക്കും തികയണ്ടേന്നൊക്കെ പറയുകയാണ്. അപ്പം ഞങ്ങൾ 5-8 ആൾക്കാർ എന്തായാലും ഉണ്ട് കുട്ടികളൊക്കെ കൂട്ടിയിട്ട്. അപ്പം അങ്ങനെ ചീര താളിച്ചതായി എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാനും കഴിച്ചു. അപ്പോൾ എന്താ പറയുക, പാർട്സൊക്കെ ഞങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു കേട്ടോ. ഉച്ചയ്ക്ക് ഞാൻ റെഡിയാക്കി വെച്ചതാണ്. പിന്നെ അപ്പോഴത്തേന് ധോനി ബേബിക്ക് നല്ല പനി കേട്ടോ. അപ്പോൾ അവൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കൊടുത്തതെല്ലാം ഛർദ്ദിക്കുകയൊക്കെ ചെയ്തു. ആകെ ഇതായി, നല്ല പനി പറഞ്ഞാൽ നല്ല പനി. പിന്നെ പച്ചവെള്ളത്തിൽ പിന്നെ നനച്ച് തുടച്ചു മേലൊക്കെ ഒന്ന് കഴുകിയിട്ട് മരുന്ന് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം ഡോക്ടറെ കാണിച്ച കുറച്ച് മരുന്നുണ്ടായിരുന്നു. അധിക ദിവസമൊന്നും ആയിട്ടില്ല, 2 ആഴ്ച ആയിട്ടുള്ളൂ. അപ്പോൾ ഈ കാലാവസ്ഥയുടെയാണ് തോന്നുന്നുണ്ട് അവൾക്ക് ജലദോഷം അങ്ങനെയല്ല, പനി, നല്ല പനി കേട്ടോ. അപ്പോൾ വാശി പിടിക്കുക, ഒന്നിനൊന്നിനും സമ്മതിക്കണേ ഇല്ല. അപ്പോൾ അവളെ ഉച്ചയ്ക്ക് അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അതെല്ലാം റെഡിയാക്കി അങ്ങനെ വെച്ചു കേട്ടോ. പാർട്സൊക്കെ ചിക്കൻ പാർട്സ് മേടിച്ചിട്ടുണ്ട്, കഴുകിയൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. ഒന്നും നുറുക്കിയിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ ധോനി ബേബി വാശി പിടിച്ചപ്പോൾ പിന്നെ അങ്ങനെ അവളെ ഫീഡ് ചെയ്ത് അവളിപ്പോൾ ഉറങ്ങുക കേട്ടോ. മരുന്നും കൊടുത്തു. പിന്നെ നനഞ്ഞ പച്ചവെള്ളത്തിൽ തുണി നനച്ചിട്ട് നല്ല തുടക്കുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അതിൻ്റെ ഒരു സുഖത്തിൽ അങ്ങനെ ഫീഡ് ചെയ്തപ്പോൾ അങ്ങനെ ഉറങ്ങി. അപ്പോൾ തൊട്ടിയിൽ അങ്ങനെ ആക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവൾ ഉറങ്ങുകയാണ്. ഇനി ആ സമയം കൊണ്ട് ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവൾ എണീച്ച ഒന്നിനും സമ്മതിക്കില്ല. ഇനിയിപ്പോൾ ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും കഴിക്കാൻ കൊടുക്കണം. ഒരു 3 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. 4 മണിയൊക്കെ ആയി. അപ്പം ഇനി അനിയത്തി അവിടെ ചായ വെക്കുന്നുണ്ട്. ചായ ആയ കുഞ്ഞിനി? ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അമ്മ കടയിൽ പോയിട്ട് പാലൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഉച്ചയ്ക്ക് പോയിട്ടേ. അപ്പോൾ അരി അടുപ്പത്തിട്ടിട്ടുണ്ട്. ചോറായി, റേഷൻ അരി ഇട്ടിരിക്കണേ. ഒരു തിളയ്ക്കങ്ങോട്ട് കമ്മിയാക്കിയിട്ട് വാർത്താലേ. ധോനി ബേബി എണീച്ചിട്ടോ. അവൾ കിടന്നിട്ടേ ഇല്ല കേട്ടോ. അങ്ങോട്ട് നോക്കിയൊക്കെ വാശി പിടിച്ചിട്ട് എണീച്ചിരിക്കണം കേട്ടോ. പിന്നെ അവളെടുത്തു, പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അപ്പം അമ്മ എടുത്തിരിക്കുകയാണ്. വാശി പിടിക്കുക, എവിടെ നിൽക്കുന്നേ ഇല്ല കേട്ടോ. അപ്പം അമ്മ എടുത്തോണ്ടിരിക്കുകയാണ്. അമ്മയുടെ അടുത്തേക്ക് എവിടെ നിലത്ത് എവിടെ നിൽക്കുന്നില്ലേ, അവള് വാശി പിടിക്കുകയാണേ പനിയുള്ളതുകൊണ്ടേ. ഇതാ ചോറ് വെന്തിരിക്കുന്നു, ചോറ് വാർത്ത് വെക്കണം. അനിയത്തി ഇതാ കോറയൊക്കെ അരച്ച് വെച്ചിട്ട് ചായ അവിടെ കൊണ്ടുപോയി വെച്ചിട്ടുള്ളൂ. ഇനിയിപ്പോൾ അരച്ച് വെച്ചിട്ടുള്ളൂ കോറ.
ചായ ആരും കുടിച്ചിട്ടൊന്നുമില്ല കേട്ടോ. ചോറൊക്കെ വെന്തു കേട്ടോ. ചോറ് റേഷനരി ആയതുകൊണ്ട് വേഗം വെന്തിട്ടുണ്ട്. തണുത്ത വെള്ളമായാലേ വാതിലടച്ചിട്ട് അവള് സമ്മതിക്കില്ല, അവള് വാശി പിടിക്കും. ചെറിയോളെ എന്താ പറയാ, വാതിലടച്ചപ്പോ ആ കുട്ടി കരയ. അപ്പൊ അവളിങ്ങോട്ട് പുറത്തേക്ക് ഇങ്ങനെ കോലായിക്ക് വരണ്ട വിചാരിച്ചിട്ട് അവിടെ നിറച്ച് പൊടിയും പൂടിയൊക്കെ അല്ലേ, മണ്ണല്ലേ. അപ്പൊ കുട്ടി ഇങ്ങോട്ട് വരണ്ട പറഞ്ഞിട്ട് അവിടെ അടച്ചതാ, വാതിലടച്ചതാ. അപ്പൊ അതിനകത്ത് കളിക്കല്ലോ എന്ന് വിചാരിച്ചിട്ട് അവളിപ്പോ വാശി പിടിക്കുക പുറത്തേക്ക് ഇറങ്ങാന്. ഒന്ന് രണ്ടാളും നല്ല ഇതാണ്. വലിയനേറ്റി പറയുന്നുണ്ട് കരഞ്ഞ നല്ല ചന്തം വെക്കും പെൺകുട്ടികള്. ഇത് കുട്ടികള് പയ്യന്മാര് അവിടെ കുളിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. അതിന്റെ ബഹളാണ് കേൾക്കുന്നത്. ചോറ് വാർക്കട്ടെ ഇനി. അവിടെ ഉണ്ടോ ഉണ്ടോ? അങ്ങനെ ചോറ് വാർക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ചായ കുടിക്കട്ടെ. ഇനി ചായ നോക്ക്. ഇനി അടുപ്പത്ത് എന്താ വെക്കണത്? എന്തെങ്കിലും വെക്കുന്നുണ്ടോ? ആ ചൂടുവെള്ളം അനിയത്തിക്ക് കുളിക്കാനേ, വലിയ അനിയത്തിക്ക് കുളിക്കാൻ. അവൾക്ക് അപ്പഴത്തേന് ഇനി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നാക്കണം. ഇനി ചായ കുടിച്ചിട്ടുള്ളൂ കേട്ടോ ബാക്കി പരിപാടിയൊക്കെ. അങ്ങനെ ഇതാ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. ചായക്ക് കടി റസ്ക്കാണ്. അപ്പൊ തലേ ദിവസം കൊണ്ടുവന്നതാണ് കേട്ടോ. കുറച്ചൊക്കെ കുട്ടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. ചിപ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ചിപ്സ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാവില് പുണ്ണ് വരുന്നതുകൊണ്ട് പിന്നെ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ചിപ്സ് ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അതാ അമ്മയും ചായ കുടിക്കുന്നു. കുട്ടികളൊക്കെ അതാ ചായ കുടിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ അവിടെ സിറ്റ് ഔട്ടില്. അങ്ങനെ ഇതാ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേന് അനിയത്തി ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നാക്കി ഞാനും കൂടിയിട്ട കൂട്ടത്തില്. അപ്പൊ അങ്ങനെ ഇതാ അതെല്ലാം പേസ്റ്റാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ ഉള്ളിയൊന്നും വാട്ടിയിട്ടില്ല, ഇനി ഉള്ളി വാട്ടണം. അപ്പൊ മുളക് മഞ്ഞളൊക്കെ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു. അത് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ ആവുമ്പോ പിന്നെ എന്തുണ്ടാക്കാനും തിന്നാനൊക്കെ ഒരു മനസ്സമാധാനമാണ്, മനസ്സിനൊരു സന്തോഷമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പോയാൽ അതെല്ലാം കഴിയും ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടിയെ പിടിക്കാനും അതിന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണം, വെക്കണം, കഴിക്കണം എന്നൊക്കെ പറഞ്ഞാൽ കുട്ടിയെ നോക്കാൻ ഒരാളുണ്ട്. അല്ലെങ്കിൽ എല്ലാവരും വരുമ്പോൾ എല്ലാവരും കൂട്ടത്തിലാവുമ്പോൾ കുട്ടികളെ പിടിക്കാനും ഇതിനൊക്കെ ഒരാളാവും. അപ്പം അങ്ങനെ ഉള്ളിയും പച്ചമുളകും വാട്ടിയെടുക്കുക കേട്ടോ. അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ വാട്ടി എല്ലാം എടുത്ത് ഒക്കെ വെക്കണം ഇനിയിപ്പോൾ. അപ്പം അതാവുമ്പോഴത്തേന് അപ്പോൾ കുറച്ച് ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഒരു ഗ്ലാസ്സാണ് കുടിച്ചിട്ടുണ്ടായിരുന്നു. വേഗം ഇനി ഇവർക്ക് കഴിക്കാൻ കൊടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടേ കുട്ടികൾക്ക് ഇതിൻ്റെ ഇടയിൽ കഴിക്കാനും കൊടുക്കണം. അപ്പോഴത്തേന് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് വാടി കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്ന് വിചാരിച്ചിട്ടേ അപ്പോൾ വേഗം ചായ കുടിക്കാനൊന്നും അവിടെ ഇരുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഗ്ലാസ് ചായ കൊണ്ടുവന്നിട്ട് ഞാൻ അടുപ്പിൻ്റെ അവിടെ തന്നെ കൊണ്ടുവന്നിട്ട് കുടിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം അങ്ങനെ അതാ ഇളയച്ചൻ പണി മാറ്റിയൊക്കെ വരികയൊക്കെ ചെയ്തു. അപ്പോൾ അവനും അതാ ചായ കുടിച്ചു. എല്ലാവരും ചായ കുടിയൊക്കെ കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റിലാണ് കേട്ടോ. അപ്പം അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ പാർട്സ് വരട്ടിയതൊക്കെ ആയി. അങ്ങനെ ഒരു 8-9 മണിയൊക്കെ ആയപ്പോൾ എല്ലാവരും അങ്ങനെ കുരുമുളക് ഇട്ടുകൊണ്ടാട്ടോ അതിങ്ങനെ വേറെ വേറെ കിടക്കണ പോലെ തോന്നുന്നത്. അപ്പം അങ്ങനെ എല്ലാവരും ചോറൊക്കെ ഉണ്ട്, കുട്ടികളെല്ലാവരും കഴിച്ചു കേട്ടോ. ധോനി ബേബീനെ ഉറക്കി. അതിന് ശേഷമാണ് കേട്ടോ ഞാനൊന്ന് കഴിക്കാനിരുന്നത്. അവള് വാശി പിടിച്ചവനെ ഒന്നിനും സമ്മതിക്കില്ല, ഞാൻ തന്നെ വേണം, ആരടുത്തേക്കും പോകുന്നുമില്ല. ഈ പനി വന്നതുകൊണ്ടേ അപ്പോൾ ആരെങ്കിലും പിടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. അപ്പോൾ ഞാൻ തന്നെ വേണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട